നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ നിർമ്മാണത്തിനുപയോഗിച്ച മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കരാർ കമ്പനിക്കൊപ്പം മണ്ണിന്റെ ദൃഢതയെ സംബന്ധിച്ചും ഹൈവേ അതോറിറ്റി റിപ്പോർട്ട് നൽകിയത്. റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ കേരളത്തിലെമ്പാടുമുള്ള കുന്നുകൾ ഇടിച്ച് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുപോയിരുന്നത്. മണ്ണിന്റെ ദൃഢത സംബന്ധിച്ച് യാതൊരുവിധ പരിശോധനയും നടത്താതെ മണ്ണ് മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണ് കരാറ് കമ്പനിയും ഹൈവേ അതോറിറ്റിയും സ്വീകരിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് മണ്ണെടുത്ത് മറ്റിടങ്ങളിലേക്ക് മണ്ണടിച്ച് അമിതലാഭം കൊയ്ത സംഘങ്ങളുമുണ്ട്. പലയിടത്തും പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ മണ്ണ് മാഫിയ സംഘങ്ങൾ നിർബാധം മണ്ണെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുന്നുകൾ ഇടിച്ചുള്ള മണ്ണെടുപ്പിന്റെ അനന്തരഫലമായിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ച് മണ്ണ് കൊണ്ടുപോയിരുന്നു. ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദൃഢതയില്ലാത്ത മഞ്ഞ നിറത്തിലുള്ള മണ്ണായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കാണുന്ന മണ്ണ് കൊണ്ടുപോയിട്ടാണ് ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡ് ഉയരം വരുത്തിയത് അല്ലെങ്കിൽ നികത്തി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യാതൊരു കാരണവശാലും ഇതിന് കൂട്ടിപ്പെടുത്തുള്ള മണ്ണല്ലത്. ഉണങ്ങിക്കഴിഞ്ഞാൽ തനി തവിട് പോലെയും നനഞ്ഞു കഴിഞ്ഞാൽ തനി കുറുക്ക് പോലെ ആവുന്ന ഒരു തരം മണ്ണാണിത്. ഈ മണ്ണ് കൊണ്ട് യാതൊരു കാരണവശാലും റോഡ് പണിയാൻ പറ്റില്ല. അത് ആർക്കും ഏത് കുട്ടിക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇവിടെ ഗുണ്ടായിസം പോലെയാണ് ഇവിടെ പെരുമാറിയിട്ട് ഈ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയത്. ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യത കണ്ടുകൊണ്ട് തന്നെ വിദഗ്ധമായിട്ടുള്ളൊരു സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് ഈ കുന്ന് ഒരു പ്രശ്നബാധിതമായ മേഖലയാണ് എന്ന് വിലയിരുത്തിയ ഒരു സ്ഥലമാണിത്. പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ചെയ്യരുത്. അതൊന്നും വില കൊടുത്തില്ല. ഈ കാണുന്ന ഒരു വലിയൊരു ലോബിയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം നടത്തിയിട്ടുള്ളത് വലിയൊരു അഴിമതി തന്നെയാണ്. റോഡ് നിർമ്മാണത്തിനായി പലയിടത്തും ഇത്തരത്തിൽ തന്നെയുള്ള മണ്ണ് ഉപയോഗിച്ചതായും ആക്ഷേപമുണ്ട്. മേഖലയിലെ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിധം മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും റോഡ് നിർമ്മാണമെന്ന പൊതു ആവശ്യത്തിനു മുന്നിൽ ജനങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു. കുന്നുകൾ യന്ത്രക്കൈകൊണ്ട് മാന്തിയെടുത്ത് ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയവർക്കും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലാഭം മാത്രമായി മാറിയ മണ്ണെടുപ്പിൽ നഷ്ടം സാധാരണക്കാരന്റെ നികുതിപ്പണത്തിന് മാത്രമായിരിക്കും എന്നതാണ് മുൻകാലാനുഭവങ്ങൾ.